ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതെ കോൺഗ്രസ് എം പി ശശി തരൂർ. സുഹൃത്തിന്റെ കല്യാണത്തിന് പോയതിനാലാണ് താൻ പങ്കെടുക്കാതിരുന്നത് എന്നതാണ് ഇപ്പോൾ തരൂർ മറുപടി നൽകിയിരിക്കുന്നത്. രാഹുൽ വിളിച്ചു ചേർത്ത ലോക്സഭാ അംഗങ്ങളുടെ യോഗത്തിലാണ് പങ്കെടുക്കാതെ ഇരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയെയും അദ്ദേഹം വലിയ രീതിയിൽ പുകഴ്ത്തുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം പരാമർശങ്ങൾ നടത്തുന്ന അതിനിടയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇതിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി തന്നെ കടുത്ത വിയോജിപ്പാണ് പാർട്ടി തരൂരിനെതിരെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. തരൂർ ആകട്ടെ BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യചിഹ്നം അത് നിലനിൽക്കുമ്പോഴും കോൺഗ്രസിന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് വീണ്ടും കോൺഗ്രസ് യോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് പോലും തരൂർ വിട്ടുനിൽക്കുന്നത് വലിയ രീതിയിൽ കോൺഗ്രസിൽ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ്. മാത്രമല്ല, ശശി തരൂർ എന്ന ഒരു വ്യക്തി അദ്ദേഹമാകട്ടെ രാഷ്ട്രീയ നിലയിൽ നോക്കുകയാണെങ്കിൽ വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. അതായത് ഇത്തരം ഒരു ശക്തനായ നേതാവ് തങ്ങളുടെ പാർട്ടിയിൽ നിന്നും പോകുമോ എന്ന ആശങ്കയടക്കം കോൺഗ്രസ് പല കോണുകളിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരടക്കം ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. മാത്രമല്ല, ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പിടിപ്പുകേട് കൂടെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ടെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിയിലെ ലോക്സഭാ അംഗങ്ങളുടെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെയായിരുന്നു തരൂർ കല്യാണത്തിനായി തന്നെ എത്തിയത്. അതുപോലെ തുടർച്ചയായ 3ാം തവണയാണ് ഇപ്പോൾ തരൂർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും ഒക്കെ തന്നെ അദ്ദേഹം പ്രശംസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി തന്നെ കടുത്ത വിയോജിപ്പ് നേരിടുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു വിട്ടുനിൽക്കൽ ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 19 പാർലമെന്റിൽ ശീതകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ഇതുമായുള്ള അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രകടനം അവലോകനം ചെയ്യുന്നതിനും BJPക്കെതിരെ ആക്രമണങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനുമായി തന്നെ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ കോൺഗ്രസിന്റെ 99 MPമാരെ യോഗത്തിൽ ക്ഷണിച്ചത്. എന്നാൽ തരൂർ ഈ ഒരു യോഗത്തിൽ എത്തുകയും ചെയ്തില്ല. കൊൽക്കത്തയിൽ അദ്ദേഹത്തിന്റെ ദീർഘകാല സഹായി ജോൺ കോശിയുടെ വിവാഹത്തിനും സഹോദരി സ്മിത തരൂരിന്റെ ജന്മദിനവുമാണ് ഇത്തരത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണമായി തന്നെ അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ നവംബർ 18, 30 തീയതികളിൽ നടന്ന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു അന്ന് അദ്ദേഹം വിട്ടുനിന്നത്. അതിന് ഒരു ദിവസം മുൻപ് കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രി സംസാരിച്ച ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുക ആ ഒരു പ്രസംഗത്തെ അതിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ചില വാക്കുകൾ എഴുതുകയും ചെയ്തിരുന്നു. പിന്നാലെ തന്നെ രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുകയും കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുകയാണ് ചെയ്തത്. രാഹുലും സഹോദരി പ്രിയങ്കയും നടത്തിയ ആക്രമണങ്ങൾ അമിത് ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കളെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുകയും ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടിലേക്ക് വഴിതിരിയുന്ന സാഹചര്യം ഉണ്ടായതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.